ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി, ദൈവത്തെ പ്രതികരിക്കുന്ന ദൈവത്തിൻ്റെ രാജാക്കന്മാരായിട്ടാണ്. സൃഷ്ടിയെ പ്രതികരിച്ചുകൊണ്ട് സൃഷ്ടിയുടെ ആരാധനയും പ്രാർത്ഥനയും പുരോഹിതൻ എന്ന രൂപത്തിൽ ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ, രാജാവായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ കർത്തൃത്വവും ഒക്കെ ഈ ഭൂമിയിൽ കൊണ്ടുവരിക. ഇസ്രായേലിലൂടെ, പിന്നീട് ക്രിസ്തുവിലൂടെ, സഭയിലൂടെ, വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോഴും കാണുന്നത് ദൈവത്തിൻ്റെ അതേ ഉദ്ദേശം അവിടെ സാധ്യമാക്കപ്പെടുന്നു, പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് സ്നേഹവാനായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് വിഷയമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യന് ദൈവം കൊടുത്ത തൻ്റെ സ്വരൂപവും സാദൃശ്യത്തിൻ്റെയും അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഒരു വലിയ പർപ്പസ്, ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യന് കൊടുത്ത നിയമനത്തെക്കുറിച്ച്, നിയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇത് പരാമർശിക്കുന്നുണ്ട്. ആകാശത്തിൽ പറക്കുന്ന പർവ്വജാതിയുടെ മേലും ഭൂമിയിൽ സഞ്ചരിക്കുന്ന സകല മൃഗത്തിൻ്റെ മേലും, അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള സകല മത്സ്യങ്ങളുടെ മേലും വാഴാൻ കർത്താവ് മനുഷ്യന് അധികാരം, ദൈവം മനുഷ്യന് അധികാരം കൊടുക്കുകയാണ്. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നാം മുൻപിലത്തെ വീഡിയോയിൽ കേട്ട അല്ലെങ്കിൽ ചിന്തിച്ചൊരു ഭാഗമെന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ തൻ്റെ റെപ്രസെൻറ്റേറ്റീവായി, ദൈവത്തിന് പകരക്കാരനായി, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനായി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു മറുവശമാണിത്. അല്ലെങ്കിൽ അത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ആ ഉദ്ദേശം തെളിവായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മുഴുവൻ ബൈബിളിൻ്റെ ഭാഷയും അല്ലെങ്കിൽ മുഴുവൻ ബൈബിളും മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ കൊണ്ട് നമുക്കതിനെ വായിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി, ദൈവത്തെ പ്രതികരിക്കുന്ന ദൈവത്തിൻ്റെ രാജാക്കന്മാരായിട്ടാണ്. അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു പദം ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിലാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലും മനുഷ്യനെ വാഴാൻ കൽപ്പിച്ചു എന്ന് പറയുന്നിടത്തും, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനോട് പറയുന്നത് തോട്ടത്തിൽ വേല ചെയ്യുക, സെർവ് ഇൻ ദ ഗാർഡൻ. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്കും മറ്റ് പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഈ വേല ചെയ്യുക എന്നുള്ള പദം, സെർവ് എന്ന പദം സാധാരണഗതിയിൽ പുരോഹിതന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. ഇപ്പം തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു കർഷകന്റെ തൊഴിൽ ചെയ്യുക എന്നുള്ളതിനപ്പുറമായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു പുരോഹിതനായി. അപ്പുറത്ത് നമ്മൾ കണ്ടത്, ദൈവം സൃഷ്ടിച്ച മറ്റു സൃഷ്ടിയുടെയൊക്കെ തന്നെ മകുടമായി നിന്നുകൊണ്ട് അതിനെ വാഴാൻ കഴിയുന്ന സ്റ്റ്യൂവാർഡ്സ് ആയിട്ട്, അതായത് ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായിട്ട് നിലകൊള്ളുക. അതാണ് ഈ രണ്ട് വാക്ക്, ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്. പുരോഹിതന്മാരും രാജാക്കന്മാരുമായി വാഴുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പുരോഹിതനും രാജാവും എന്ന് പറയുമ്പോൾ, പുരോഹിതന്റെ ശുശ്രൂഷ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സകല സൃഷ്ടിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥനകളും ആരാധനയും ഒക്കെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുക. രാജാവ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദൈവിക ഭരണം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ കർത്തൃത്വം ഈ ഭൂമിയിൽ നടപ്പാക്കുക. ഒന്ന്, സൃഷ്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൃഷ്ടിയുടെ ആരാധനയും പ്രാർത്ഥനയും പുരോഹിതൻ എന്ന രൂപത്തിൽ ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ, രാജാവായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ കർത്തൃത്വവും ഒക്കെ ഈ ഭൂമിയിൽ കൊണ്ടുവരിക. ബ്രിങ്ങിങ് ഹെവൻ ഡൗൺ ഓൺ ദിസ് എർത്ത്, സ്വർഗത്തെ ഭൂമിയിൽ പ്രതിഷ്ഠിക്കുക. ഇതായിരുന്നു മനുഷ്യന് ദൈവം കൊടുത്ത വലിയ ദൗത്യം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും.
ഇനി ആ ഒരു പിക്ചർ, ആ ഒരു ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ, എക്സോഡസിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് മോചിപ്പിച്ച് കനാനിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുന്ന, ഇസ്രായേലിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളെ ഈ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവരുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എനിക്കൊരു രാജകീയ പുരോഹിത വർഗമായിരിക്കും. ഈ ഭൂമിയിൽ മുഴുവൻ ദൈവത്തിന്റെ കർത്തൃത്വം സ്ഥാപിക്കാൻ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്റെയും സൃഷ്ടിയുടെയും ആരാധനയൊക്കെ തന്നെ യഥാർത്ഥമായ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുചെല്ലാൻ അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നിലൂടെ, നിന്റെ വംശപരമ്പരയിലൂടെ, നിന്റെ സന്തതികളിലൂടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. രാജകീയ പുരോഹിത വർഗം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതും, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ, അവിടെ നമ്മൾ പരാമർശിക്കപ്പെടുന്നത്, സഭയെക്കുറിച്ച് കാണുന്നത് രാജകീയ പുരോഹിത വർഗം എന്നുള്ളതാണ്. സഭയെ ദൈവം രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ അതേ മാൻഡേറ്റ്, അതേ നിയോഗം ഇതാ വീണ്ടും സഭയിലേക്ക്, ഇസ്രായേലിൽ നിന്ന് സഭയിലേക്ക് അത് വന്നു ചേരുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോഴും അതിന്റെ 20-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴും കാണുന്നത്, അവർ ദൈവത്തിന് പുരോഹിതന്മാരായിരിക്കും. അത് മാത്രമല്ല, അവർ ക്രിസ്തുവിനോടൊത്ത് 1000 ആണ്ട് വാഴും, യുഗായുഗം വാഴുമെന്ന് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. നിത്യം വാഴുമെന്ന് വായിക്കുന്നുണ്ട്. നോക്കൂ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഏതുദ്ദേശത്തിനു വേണ്ടിയാണോ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തത്, സൃഷ്ടിച്ചത്, അതേ ഉദ്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുയേശുവിലൂടെ രക്ഷ സാധ്യമായി, ക്രിസ്തുയേശുവിലൂടെ രക്ഷ പൂർണ്ണമാക്കപ്പെടുന്ന ആ ഭാവികാല നിത്യതയിലും സംഭവിക്കുന്നു, പൂർത്തീകരിക്കപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ദൈവത്തിനുണ്ടായിരുന്നു, അവനെ രാജാവും പുരോഹിതനുമായി വാഴിക്കും. പാപം ഇടയ്ക്ക് വന്നുവെങ്കിലും, വീഴ്ച മനുഷ്യന് സംഭവിച്ചുവെങ്കിലും, ഇസ്രായേലിലൂടെ, പിന്നീട് ക്രിസ്തുവിലൂടെ, സഭയിലൂടെ, വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോഴും കാണുന്നത് ദൈവത്തിന്റെ അതേ ഉദ്ദേശം അവിടെ സാധ്യമാക്കപ്പെടുന്നു, പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പുതുവാന ഭൂമി സംജാതമാകുമ്പോൾ, ഒരിക്കൽ സ്വർഗം ഈ ഭൂമിയെ ചുംബിക്കുമ്പോൾ, ഒരിക്കൽ സ്വർഗവും ഭൂമിയും ഒന്നായി മാറുമ്പോൾ, വീണ്ടും മനുഷ്യൻ പുരോഹിതനും രാജാവുമായി, ദ റോയൽ പ്രീസ്റ്റ്ഹുഡായി വീണ്ടും വാഴാനായിട്ട് പോവുകയാണ് ക്രിസ്തുവിനോട് കൂടെ. നോക്കൂ, മനുഷ്യന്റെ സൃഷ്ടിയിലെ ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ദൈവം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്? ഉദ്ദേശം ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം മനസ്സിലാക്കി, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ സത്യത്തിന്റെ ആഴം മനസ്സിലാക്കി ജീവിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വ്യവസ്ഥ മനുഷ്യന് മുൻപിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 2 വൃക്ഷങ്ങളുടെ പരാമർശത്തിലൂടെ. കേവലം ഒരു വൃക്ഷം എന്നുള്ള അക്ഷരീക അർത്ഥത്തെക്കാൾ കൂടുതൽ അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് ആത്മീയ അർത്ഥമാണ്. ദൈവത്തോടുള്ള സംസർഗത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് സ്നേഹത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ അറിവിൻ മക്കളെന്നുള്ള ദൈവത്തോടുള്ള സാമീപ്യം ഉള്ളിടത്തോളം കാലം മാത്രമേ കിങ്ഷിപ്പ്, ദൗത്യ നിർവഹണത്തിന് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും.